ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ ആയിരിക്കുന്നത് പിറവത്ത് കക്കാട് ക്രിസ്തുരാജ പ്രെയർ സെന്ററിൽ, അല്ലെങ്കിൽ ക്രിസ്തുരാജ ബെഗർ ഹോമിലാണ്. പിറവത്തുള്ള എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു സ്ഥാപനമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ജെയ്സൺ ചേട്ടനെ കാണാനായിട്ട് ഇവിടെ വരിക. ഒത്തിരി നാളുകളായിട്ടുള്ള വ്യക്തിബന്ധം ജെയ്സൺ ചേട്ടനുമായിട്ടുണ്ട്. പക്ഷേ ഈ സെന്ററിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വരിക. വന്ന് നമ്മുടെ ഈ സെന്ററൊക്കെ കയറി കണ്ടപ്പോൾ ഒത്തിരി പ്രയാസം തോന്നി. കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഭാഷക്കാരായിട്ടുള്ള ആളുകൾ തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുമ്പോൾ അതിലൊന്നാമത് പരിഗണിക്കപ്പെടുന്നത് ഈ ജെയ്സൺ ചേട്ടൻ്റെ ക്രിസ്തുരാജ പ്രെയർ സെൻ്ററാണ്. അവരെവിടെയാക്കുമെന്ന് ചിന്തിക്കുമ്പോൾ പോലീസുകാർ, അതുപോലെ പ്രിയപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളൊക്കെ ആശ്രയിക്കുന്നത് ഒന്നാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത് ക്രിസ്തുരാജ പ്രെയർ സെൻ്ററാണ്. എറണാകുളം ജില്ലയിൽ തന്നെ ഒരുപാട് സ്റ്റേഷൻ പരിധികളിലുള്ള ആളുകളെ ഈ സെൻറ്ററിൽ താമസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 100ഓളം ആളുകൾ ഇവിടെ താമസിച്ചു വരികയാണ്. പക്ഷെ എന്നാൽ വളരെ പരിമിതമായ സംവിധാനങ്ങൾ ഇവിടെയുള്ളൂ. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, നമ്മുടെ മുളന്തുരുത്തിയിലുള്ള ബേത്ലഹേം ജെറിയാട്രിക് കെയർ ഹോമിലെ പോലെ തന്നെ ഈ ആരംഭത്തിൽ ഷീറ്റിട്ട് ആരംഭിച്ച് പിന്നീട് നമ്മൾ അതിനോട് കൂട്ടിയെടുത്ത് കുറേ ഭാഗങ്ങൾ പണിത് കൂട്ടുകയായിരുന്നു. ഇവിടെയും അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. ഷീറ്റിട്ട് ആദ്യമേ ആരംഭിച്ച ആ ഒരു പ്രെയർ സെന്ററിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ഇവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു കുർബാന അർപ്പിച്ചിട്ടാണ് വന്നത്. ആ വന്ന വഴിയിൽ എനിക്ക് വലിയൊരു പ്രേരണയുണ്ടായി ചേട്ടനോട് ഒരു പുതിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയണമെന്നുള്ളതായൊരു ചിന്ത. അപ്പോൾ ചേട്ടൻ വളരെ നിരാശനായിരുന്നു. എങ്ങനെ സാധിക്കും, ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് സാധിക്കണ കാര്യമാണോ, സാമ്പത്തികമായ പ്രതിസന്ധി വല്ലാതെ ഉണ്ട്, അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്നങ്ങ് രൂപപ്പെടുന്നൊരു കാര്യമല്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും കണ്ടിട്ടല്ല ഇറങ്ങുക. കർത്താവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ സർവശക്തനായ ദൈവം ഇതെല്ലാം തരാൻ കഴിവുള്ളവനാണെന്ന് ഉറച്ച ബോധ്യത്തിലാണ് ഇറങ്ങുക. എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൂലിൽ കെട്ടി ദൈവം ഇറക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇറക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെയൊക്കെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ജെയ്സൺ ചേട്ടൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ ഒത്തിരി ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ഇത് പൂർത്തിയാക്കാനായിട്ട് ഇടയാക്കും എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസങ്ങളായിട്ട് പ്രിയപ്പെട്ട ചേട്ടൻ കാണുകയാണ്. നോമ്പിൻ്റെ നാളുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഈ നാളുകളിലൊക്കെ നോമ്പെന്ന് പറയുന്നത് നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇല്ലാത്തവനെ ചേർത്ത് പിടിക്കുന്നതും ഒറ്റപ്പെട്ടു പോകുന്ന കൂടപ്പിറപ്പുകൾക്ക് തന്നെ മറയ്ക്കാതിരിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവാചകൻ പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് ഒരുപക്ഷെ ഇവർക്കും ആരെങ്കിലുമൊക്കെ ബന്ധുക്കളായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഇവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് തിരിച്ചു പോകാൻ അറിയില്ല, സ്ഥലം ഏതെന്നറിയില്ല, നാട് ഏതെന്നറിയില്ല, തിരിച്ച് എങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് നടന്നു പോകണമെന്ന് അറിയില്ല. ഒരുപാട് മരുന്ന് ഇവർക്ക്, നിങ്ങൾക്കറിയാം, മാനസികമായ പ്രയാസമുള്ളവരുടെയൊക്കെ വിശപ്പ് വല്ലാത്ത വിശപ്പാണ്. അങ്ങനെയുള്ളവർ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരുപാട് ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ പ്രയാസപ്പെടുക, നെട്ടോട്ടം ഓടുകയാണ്. പ്രത്യേകിച്ച് മരുന്ന്, ഒരു വലിയ തുകയുടെ മരുന്നുണ്ടെങ്കിലേ ഇവരുടെ ഒരു ദിവസം വലിയ പ്രശ്നങ്ങൾ കൂടാതെ ഇവർക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒത്തിരി പരിമിതികളിൽ നിന്നുകൊണ്ടാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. എന്നാൽ ഈ കെട്ടിടം ഇവർക്ക് ഇപ്പോൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക, ഇപ്പോഴും ജെയ്സൺ ചേട്ടനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇന്ന് വലിയ ഒരു ഉറപ്പുറവാണ്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഇത് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു 2 ലക്ഷം രൂപ ഒരു സ്പോൺസർഷിപ്പായിട്ട് കണക്കാക്കിയാൽ നമ്മുടെ വാങ്ങിപ്പോയവരുടെ ഒരു ഫോട്ടോ വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഉള്ള കുറച്ച് പേരുണ്ടെങ്കിൽ ഒരു ഡോർമെട്രി നമുക്ക് പണി പൂർത്തിയാക്കാൻ സാധിക്കും. അത് അറ്റാച്ച്ഡ് ആണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇത്ര പേർക്ക്, ഒരു 6 പേർക്ക് 5 പേർക്കൊക്കെ ഒരു ടോയ്ലറ്റ് വേണമെന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ വേണം നമുക്ക്. അത് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മുടെ സഹോദരങ്ങളിലൂടെയാണ്. മനുഷ്യ സൃഷ്ടിയിലാണ് ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ കൂടപ്പിറപ്പിലാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ കാണുക. അതുകൊണ്ട് തന്നെ ഏറ്റവും രാജകീയമായിട്ട് നമ്മൾ കിടക്കുമ്പോൾ
നമ്മുടെ കൂടപ്പിറപ്പുകളും അങ്ങനെ തന്നെ കിടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള അലഞ്ഞു നടക്കുന്നവര്, ആർക്കും വേണ്ടാത്തവര്, പരിഗണിക്കപ്പെടാതെ പോകുന്നവരൊക്കെ അങ്ങനെ ഏറ്റവും നന്നായി കിടക്കണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ ഒരു സ്പോൺസർഷിപ്പായിട്ട് കണ്ടിട്ട് നിങ്ങൾ കൊടുത്താൽ അദ്ദേഹത്തിന് അത് പ്രയോജനപ്പെടുകയും ചെയ്യും. നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് അത് നിലനിൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളുടെ കുടുംബ യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കുടുംബ യോഗങ്ങളുടെ പേരിൽ, ഒരു കുടുംബയോഗത്തിന്റെ പേരിൽ ഒരു സ്പോൺസർഷിപ്പ് എടുത്താൽ ആ കുടുംബയോഗത്തിന്റെ ഓർമ്മ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പേര് എന്നേക്കുമായിട്ട് നിലനിൽക്കാനായിട്ട് ഇടയാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന രീതിയിൽ, അതെങ്ങനെയാ ജെയ്സൺ ചേട്ടാ, ഇത്ര ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര നമ്മൾ കണക്കാക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 1500 രൂപയുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് പണിയാനായിട്ട് സാധിക്കും. ഒരു 1500 രൂപ സ്ക്വയർ ഫീറ്റ് വെച്ച് നിങ്ങൾക്ക് കഴിയുന്നത്, ഒരു സ്ക്വയർ ഫീറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് കൊടുക്കുക. അല്ല, ഒരു 100 സ്ക്വയർ ഫീറ്റിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ. ഇനിയല്ല, ഈ നിർമ്മാണത്തിന് ആവശ്യമുള്ള സ്റ്റീല്, കമ്പി ഞങ്ങൾ തരാമെന്ന് ഒരു ഓഫർ വരുവാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഫ്ലോറിന്റെ ആവശ്യമായിട്ടുള്ള സിമന്റ്, ഇത്ര പാക്കറ്റ് സിമന്റ് ഞങ്ങൾ കൊടുക്കാമെന്ന് പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതുപോലെ 100 കട്ടയ്ക്കുള്ള പൈസ ഭിത്തി കെട്ടാനുള്ളത്, അല്ലെങ്കിൽ ഇത്ര ടൈലിനുള്ള ഇത്ര സ്ക്വയർ ഫീറ്റ് ടൈല് ഞങ്ങൾ കൊടുക്കാം. ഇങ്ങനെയുള്ള ഓരോന്നും നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് കൊടുത്താൽ ഈ സ്ഥാപനം വളരും. പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് കാണുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നമുക്കൊക്കെ സ്ഥിരമായിട്ടുള്ള സ്ഥിര ബുദ്ധി, അല്ലെങ്കിൽ ബുദ്ധിയിലെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലൂടെയൊക്കെ വിവിധ കെമിക്കലുകളുണ്ട്. ആ സോഡിയം പൊട്ടാസ്യം ഒക്കെ അല്പം വ്യത്യാസം വന്നാൽ നമ്മുടെ മാനസിക നിലയൊക്കെ തെറ്റും. ഇപ്പൊ നമുക്ക് ദൈവം സ്ഥിരബുദ്ധിയും ശാന്തമായ ജീവിതവും സമൃദ്ധിയായ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ. അത് നമ്മൾ മറ്റുള്ളവർക്കൂടെ പകർത്തു കൊടുക്കാനായിട്ട് പ്രയോജനം